ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ 65. ഇന്ത്യൻ സ്പൈസ് യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചൈനീസ് സോസും യൂസ് ചെയ്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ്. നമുക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആ നാരങ്ങാനീര് ഉപയോഗിച്ച് തന്നെ ഞാനിതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പീസസ് ഇതിലോട്ടിട്ടിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇതെല്ലാം ഈ അരപ്പെല്ലാം ഈ ചിക്കനിലോട്ടൊന്ന് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകട്ടെ. ഒരു സൈഡ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അടുത്ത സൈഡും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് 2 സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് പ്രിപ്പയർ ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരിന് പകരമായിട്ട് തൈര് വേണമെങ്കിലും ചേർക്കാം, അന്നേരവും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തോട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇപ്പോൾ ആ ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് പച്ചമുളക്, ഒരു 2-3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2-3 വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ സോസുകൾ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്തത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കൻ പീസസ് ഇതിലോട്ടിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. ചിക്കൻ പീസ് ഇതിലോട്ട് സോസിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡിയാകും. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള
ഇത് ചിക്കൻ്റെ ഒരു ഡ്രൈ റെസിപ്പി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. വലിയ സമയമൊന്നും എടുക്കത്തില്ല പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കൻ 65 എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.